ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷന് ശേഷമുള്ള ടീമുകളുടെ സ്ക്വാഡ് അനാലിസിസ് വീഡിയോ സീരീസാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ 2 എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിനെയും നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKRനെയും സ്ക്വാഡ് അനാലിസിസ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ സീരീസിലെ 3ാം ഭാഗവുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. 3ാം എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ക്വാഡ് അനാലിസിസ് വീഡിയോ പാക്കേജ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഇത്തവണ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അവരുടെ സ്കോഡ് വരുമ്പോൾ എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. രാജസ്ഥാൻ റോയൽസ് ഇത്തവണ കരുത്തരാണോ? രാഹുൽ ദ്രാവിഡ് എത്തിയതിന് ശേഷം ഒരുപാട് മണ്ടൻ നീക്കമല്ലേ RR ഓപ്ഷനിൽ നടത്തിയത് എന്നൊക്കെ പല ചോദ്യങ്ങൾ തന്നെയാണ് RR ആരാധകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, കഴിഞ്ഞ 2-3 സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോഡും ഇത്തവണത്തെ അവരുടെ സ്കോഡും പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അത്ര കരുത്തില്ലാത്ത അല്ലെങ്കിൽ ദൗർബല്യങ്ങളുള്ള ഒരു സ്കോഡാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസിന് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും രാഹുൽ ദ്രാവിഡ് എന്ന ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടുന്ന ആ ഒരു രാജസ്ഥാൻ റോയൽസിൻ്റെ മുൻ താരവും ഇന്ത്യയുടെ ഇതിഹാസ താരത്തിൻ്റെയും ആ ഒരു തന്ത്രങ്ങളായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത IPL സീസണിലെ ആ ഒരു പ്രകടനം ചർച്ചയാകാൻ പോകുന്നത്. സോ RRൻ്റെ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം. 25 പ്ലെയേഴ്സാണ് ഇതിൻ്റെ സ്കോഡിൽ മാക്സിമം സൈസ്. പക്ഷേ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോഡിൽ 20 പ്ലെയേഴ്സാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 6 ഓവർസീസ് പ്ലെയേഴ്സ് ഉൾപ്പെടെ 20 പ്ലെയേഴ്സാണ് RRൻ്റെ സ്കോഡിലുള്ളത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ഷിംറോൺ ഹെറ്റ്മേർ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, സന്ദീപ് ശർമ്മ എന്നിവരായിരുന്നു RR റീറ്റെയിൻ ചെയ്തത്. ഓപ്ഷനിലൂടെ ജോഫ്ര ആർച്ചറിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി, വനിന്ദു ഹസരംഗ, മഹേഷ് തീക്ഷണ, ആകാശ് മധ്വാൾ, ശുഭം ഡ്യൂബെ, യുദ്വീർ സിംഗ്, കുമാർ കാർത്തികേയ, നിതീഷ് റാണ, കൊനാമ ഫക്ക, ഫസൽ ഹഖ് ഫറൂഖി, കുനാൽ റാത്തോർ, അശോക് ശർമ്മ, തുഷാർ ദേശ്പാണ്ഡെ തുടങ്ങി 20 പ്ലെയേഴ്സാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോഡിൽ നിലവിലുള്ളത്. ഇനി RRൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പ്. ഇന്ത്യൻ ബാറ്റേഴ്സിൻ്റെ ആ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡർ ബാറ്റിംഗ് ഇത്തവണ രാജസ്ഥാൻ റോയൽസിന് കരുത്താണ്. അവർ റിട്ടൻഷനിൽ നിലനിർത്തും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, 6 പ്ലെയേഴ്സിൽ 5 പ്ലെയേഴ്സും ബാറ്റർമാരായിരുന്നു. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജൂറൽ, റിയാൻ പരാഗ് എന്നിവർക്കൊപ്പം ബിഗ് ഹിറ്ററായിട്ടുള്ള ഷിംറോൺ ഹെറ്റ്മേറും അടങ്ങുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് കരുത്തുറ്റതാണ്. അത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തവണ നിതീഷ് റാണ എന്ന മറ്റൊരു ഇന്ത്യൻ ബാറ്റർ കൂടി എത്തുകയാണ്. സോ രാജസ്ഥാൻ റോയൽസിന് സ്വാഭാവികമായിട്ടും നമ്മുടെ ബാറ്റിംഗ് വളരെ കരുത്തുറ്റതാണ്. എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ബാറ്റേഴ്സാണ്. അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിൽ നമുക്കറിയാം, ഹെറ്റ്മേറെ ഒരു ഫോറിൻ പ്ലെയറെ മാത്രം അതിൽ ടോപ്പ് ഓർഡർ അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ ഇന്ത്യൻ പ്ലെയേഴ്സിനെ എല്ലാം അണിനിരത്തിക്കൊണ്ട് ഹെറ്റ്മേറെ മാത്രം ഒരു ഫോറിൻ ബാറ്ററായിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അഡീഷണലായി 3 ഫോറിൻ പേസേഴ്സ് അല്ലെങ്കിൽ 3 ഫോറിൻ ബൗളേഴ്സിനെ അവർക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചേക്കും. ഒരുപക്ഷെ അതൊരു RRനെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജായി വരാനും ചാൻസ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് സഞ്ജു സാംസൺ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗർബല്യങ്ങൾ? വീക്ക്നെസ്സിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും അവരുടെ സ്കോഡിൽ ഒരു ബിഗ് ഇന്ത്യൻ പ്ലെയറുടെ അഭാവം നമുക്ക് എടുത്തു കാണാൻ സാധിക്കും. അതായത് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മികച്ച അല്ലെങ്കിൽ ഒരു ബിഗ് നെയിം, ഒരു മികച്ച ഒരു പേസ് ബൗളറുടെ അഭാവം, ഒരു ഇന്ത്യൻ പേസ് ബൗളറുടെ അഭാവം ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിരിക്കും. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ഓൾറൗണ്ടേഴ്സും ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോഡിലില്ല. അതോടൊപ്പം തന്നെ ബാക്കപ്പ് ഓപ്ഷൻസ് അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പോരായ്മ തന്നെയാണ്. നമുക്കറിയാം, ഇഞ്ചുറി പ്രോൺ പ്ലെയേഴ്സ് ആയിട്ടുള്ള വനിന്ദു ഹസരംഗയും ജോഫ്ര ആർച്ചറും സ്വാഭാവികമായിട്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ അടുത്ത സീസണിലെ പ്രധാനപ്പെട്ട 2 പ്ലെയേഴ്സ് തന്നെയായിരിക്കും. സോ ഇരുവരും നമുക്കറിയാം, കഴിഞ്ഞ സീസണടക്കം IPL കളിക്കാതിരുന്ന പ്ലെയേഴ്സാണ്. നിരന്തരം പരിക്കുകൾ വേട്ടയാടുന്ന 2 പ്ലെയേഴ്സാണ്. സോ ഈ ഒരു പ്ലെയേഴ്സിന് കാര്യമായിട്ടുള്ള ബാക്കപ്പ് ഓപ്ഷൻസിനെ കണ്ടെത്താൻ രാജസ്ഥാൻ റോയൽസിന് ഇത്തവണ സാധിച്ചിട്ടില്ല. അത് അവരെ സംബന്ധിച്ച് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും അടുത്ത സീസണിൽ. ഇനി എന്തൊക്കെയാണ് രാജസ്ഥാൻ റോയൽസിന് അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഇത്തവണ ഓപ്പണിങ്ങിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം വരാൻ പോകുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസണായി. കഴിഞ്ഞ സീസണിൽ ജോസ് ബട്ട്ലറായിരുന്നു. സോ ബട്ട്ലർ ഇത്തവണ RR കൈവിട്ട് കളഞ്ഞിട്ടുണ്ട്. സോ യശസ്വി ജയ്സ്വാളും ക്യാപ്റ്റൻ സഞ്ജു സാംസണുമായിരുന്നു ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ എത്തുക. 3ാം നമ്പറിൽ റിയാൻ പരാഗും, 4ാം നമ്പറിൽ നിതീഷ് റാണയും 11ലേക്ക് എത്തിയേക്കും. 5ാം നമ്പറിൽ ധ്രുവ് ജൂറലും, 6ാം നമ്പറിൽ ഷിംറോൺ ഹെറ്റ്മേറും ബാറ്റിങ്ങിനെത്തും. 7ാം നമ്പറിൽ ബിഗ് ഹിറ്റർ കൂടിയായിട്ടുള്ള 6 ഹിറ്റിംഗ് എബിലിറ്റി കൂടെയുള്ള വനിന്ദു ഹസരംഗ ബാറ്റിംഗ് ഓർഡറിൽ എത്തിയേക്കും. മഹേഷ് തീക്ഷണ, ജോഫ്ര ആർച്ചർ, സന്ദീപ് ശർമ്മ, ആകാശ് മധ്വാൾ അല്ലെങ്കിൽ തുഷാർ ദേശ്പാണ്ഡെ എന്നിവരുള്ള ഒരാളും 11ൽ എത്തിയേക്കും. അതോടൊപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസ് ആയിട്ട് ശുഭം ഡ്യൂബയും, ബാറ്റിംഗ് ആണെങ്കിൽ ശുഭം ഡ്യൂബയും, അതോടൊപ്പം ബോളിംഗ് ആണെങ്കിൽ നമുക്കറിയാം തുഷാർ ദേശ്പാണ്ഡെ, ആകാശ് മധ്വാളുള്ള ഒരാളെ അവർ ഒരുപക്ഷെ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് ചെയ്തേക്കും. സോ ഇതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കംപ്ലീറ്റ് സ്ക്വാഡ് അനാലിസിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.